പിള്ളേരെല്ലാം ഉറങ്ങി. ആരുടെ ശല്യം ഇല്ലാതെ എനിക്ക് ചെണ്ടുമല്ലിപ്പൂവ് കാണണം. സന്ധ്യക്കോ കാണിക്കൂല, ഉച്ച സമയത്തെങ്കിലും ഇരുന്ന് കാണട്ടെ. എന്റെ പൊന്നു കുണിക്ക് നിനക്ക് ഉറക്കമൊന്നുമില്ലേ? നീ ഉറങ്ങാൻ കിടന്നല്ലേ, പിന്നെ എന്തിനാ എണീറ്റ് വന്നേ? അതെന്താ നിനക്ക് ഉറക്കം വരാതെ? കുറച്ചു നേരം കണ്ണടിച്ച് കിടന്നേ, അപ്പൊ ഉറക്കം വന്നോളൂ. കാണാൻ തോന്നി. എന്റെ കുണിക്ക് ഇതിന്റെ കള്ളത്തരൊന്നും എന്റെ അടുത്ത് നടക്കില്ല. എന്തിനാ നീ വന്നേ? എനിക്ക് മാഷാബിയുടെ കാണണം. അയ്യോ, സന്ധ്യക്ക് സീരിയൽ തുടങ്ങുമ്പോ നീ കാണിക്കില്ല, അതുകൊണ്ടാ ഉച്ച കഴിഞ്ഞ് ഞാൻ കാണാൻ വന്നേ. നീക്ക് കിടന്ന് ഉറങ്ങുമെന്ന് കരുതി. മാഷും ഇല്ല, ടീച്ചറും ഇല്ല. അങ്ങോട്ട് പോയിക്കേ. പോയി ഉറങ്ങിക്കേ, നല്ല അടി കിട്ടും എന്റെ ഇന്ന്. ഓ പോയി. ഇത് എന്തൊരു പെങ്കൊച്ചാണോ ദൈവമേ, എന്തൊരു കുസൃതി വാശിയാ. ഓ ഇനിയും സമാധാനമായിട്ടിരുന്ന് കാണണം. ആഹാ, ഇതാരെ കുണുക്കനോ? എന്താ പൊന്നു ഉറങ്ങിയില്ലേ? എനിക്ക് ഉറക്കം വന്നില്ല, എനിക്ക് ടിവി കാണണം. അതിനെന്താ, ടിവി കാണാലോ. കുണുക്കൻ എന്താ കാണണ്ടേ? എനിക്ക് സ്പൈഡർമാൻ കാണണം. ആഹാ, സ്പൈഡർമാൻ വെച്ച് തരാലോ, നമുക്ക് ഒരുമിച്ച് കാണാട്ടോ. കുണിക്കവിടെ കടിയ മാഷാബിയുടെ വെച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞു കടിയ. ഓ അവള് കിടന്ന് കരയട്ടെ. അച്ഛമ്മക്ക് കുണിക്കിനെ ഇഷ്ടല്ലേ? എനിക്ക് കുണുക്കിനെ ഇഷ്ടാ, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇഷ്ടം കുണുക്കനെയാ. അറിയോ? ഓ എന്റെ മോനൊരു ആൺകുഞ്ഞുണ്ടാവാൻ ഞാൻ എന്തോരം ആഗ്രഹിച്ചു എന്നറിയോ? നീതു പെണ്ണ്, നിത്യ പെണ്ണ്, കുണുക്കി പെണ്ണ്. അപ്പോഴാ എന്റെ കുണുക്കമ്മ വരുന്നേ. അച്ഛമ്മക്ക് ഒത്തിരി ഇഷ്ടാ കുണുക്കനെ. എനിക്ക് അച്ഛമ്മയുടെ ഇഷ്ടാ. എന്നാ ഇവിടെ ഇരിക്കെ, ഈ ചെണ്ടുമല്ലിപ്പൂ ഇപ്പൊ കഴിയും. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് സ്പൈഡർമാൻ കാണാട്ടോ. കുണുക്കണ മാത്രം ഇവിടെ ഇരിക്കോ? അത് പിന്നെ അവൻ എന്നെ കൂടി ചെണ്ടുമല്ലിപ്പൂ കണ്ടോളാന്ന് പറഞ്ഞു, അതുകൊണ്ടാ ഇരുത്തിയേ. നിനക്ക് അങ്ങനെയല്ലല്ലോ, മാഷും ടീച്ചറോ എന്തോ കാർട്ടൂൺ കാണണ്ടേ, മാഷാബിയർ. നമുക്ക് സ്പൈഡർമാൻ കാണാം. വേണ്ടെനിക്ക് മാഷാബിയുടെ കണ്ടാ മതി. അച്ഛമ്മ സ്പൈഡർമാൻ വെക്കും അല്ലേ അച്ഛമ്മേ? ആ, കുണുക്കൻ ഇഷ്ടമുള്ള കാർട്ടൂൺ അച്ഛമ്മ വെച്ച് തരുള്ളൂ കേട്ടോ. അതെന്താ മാഷാബിയെ വെച്ച് ഞാൻ കുണിക്കണ കൂടൂലേ? എനിക്ക് കുണുക്കിനെ ഇഷ്ടാ, പക്ഷെ സ്പൈഡർമാനെ വെക്കൂ. കുണുക്കന് ഇഷ്ടമുള്ളതേ ഞാൻ വെക്കൂ. അതെന്താ? കുണുക്കനാ എന്റെ മോൻ, അതുകൊണ്ടാ. അപ്പൊ ഞാനോ? ആ, നീയും മോള് തന്നെയാ, എന്നാലും കുണുക്കനാ എന്റെ മോൻ. ഞാൻ മോളെ അല്ലേ? അല്ല അല്ല അല്ല, നീ മോളെ അല്ല. നീതു നിത്യം കൂടി ഇവിടെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുക. ഇവളെ ഇന്നൊന്ന് കരയിപ്പിച്ച് വിടണം. അയ്യോ, അപ്പൊ കുണിക്ക് അറിയില്ലേ? ചേച്ചിമാര് കഥ ഒന്നും പറഞ്ഞു തന്നില്ലേ? അതെയോ? കുണുക്കനാണ് ഈ വീട്ടിലെ കൊച്ച്. കുണുക്കിനെ മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാ. മാർക്കറ്റ് പറഞ്ഞ എന്താ? ആ മീനും ഇറച്ചിയൊക്കെ വിൽക്കണ സ്ഥലം, അവിടെ നിന്ന് പോയി മേടിച്ചതാ. അച്ഛമ്മ നോണ പറയില്ലട്ടോ. ഞാൻ എന്തിനാടി കുണിക്ക് നോണ പറയണേ? നീ ഇങ്ങോട്ട് കയറിയിരിക്കും. നിന്നെ വാങ്ങാൻ പോയ കഥ ഞാൻ പറഞ്ഞുതരാം. എന്ത് കഥയാ? നീ ഇങ്ങനെ സോഫ കയറി കുന്തം പോലെ നിൽക്കാതെ താഴത്തോട്ടിരിക്കേ, ഞാൻ പറഞ്ഞു തരാം. പണ്ട് പണ്ട് ഞാനും നിങ്ങളുടെ അച്ചാച്ചനും കൂടി മാർക്കറ്റിൽ പോയി. ഇത് കൊള്ളാലോ, കണ്ടാലും അറിയാം നല്ല വരിക്കച്ചക്കയാ. ഇതൊരെണ്ണം വാങ്ങിയേക്കാം. എത്ര നാളായിട്ടുള്ള കൊതിയ, ഈ ഒരു ചക്ക തന്നെ വാങ്ങാം. ചക്കട ഉണ്ടാക്കണം, ചക്ക പായസം ഉണ്ടാക്കണം, പിന്നെ എന്തൊക്കെ ഉണ്ടാക്കാം? കുറച്ച് ചക്ക എടുത്ത് വറുക്കാം, പിന്നെ ചക്കക്കുരു കൊണ്ട് തോരൻ ഉണ്ടാക്കാം. ഓ തല പൊളിയുന്നു, എന്തൊരു കനയായി ചക്കക്ക്. ഓ എങ്ങനെയെങ്കിലും വീടെത്തണം. ഇതിന്റെ ഉള്ളിൽ എന്തോ കൊച്ചുണ്ടോ? അതുപോലെ ആ കന. നല്ല മൂർച്ചയുള്ള കത്തിയ. എന്തായാലും ഈ ചക്ക അങ്ങോട്ട് വെട്ടിപ്പൊളിച്ച് ഇന്ന് തന്നെ എടുക്കണം. എന്തായി കാണുന്ന? ഇതിന്റെ ഉള്ളിൽ കുഞ്ഞോ? ദൈവമേ, വെറുതെ അല്ലേ ഈ ചക്കക്ക് ഇത്രയും കനം. അയ്യോ, ഈ കുട്ടി കരയുവാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ, ഇത് പെൺകുട്ടിയാണല്ലോ. ആ, ഗീതക്ക് കൊടുക്കാം. അവിടെ ആവുമ്പോ നീതു നിത്യൊക്കെ ഉണ്ടല്ലോ നോക്കാൻ. കൊണ്ടുപോയി കൊടുക്കാം. അയ്യോ, എന്തിനാ കരയുന്നേ? ഞാൻ കാശ് കൊടുത്ത് മേടിച്ച് ചക്കക്കാത്ത് കയറി ഇരുന്നേച്ചും കരയുന്നോ? കരയല്ലേ കൊച്ചേ? അയ്യോ, കരച്ചില് കൂടുന്നു. വേഗം കൊണ്ട് ഗീതക്ക് കൊടുക്കാം, അവര് കൊണ്ടേ വളർത്തട്ടെ. കഥ ഏറ്റിട്ടുണ്ട്. കുണിക്കിയുടെ മൊത്തം സങ്കടമുണ്ട്. അതേ കുണിക്കി, കഥ കേട്ടിട്ട് കുണുക്കന് മനസ്സിലായില്ല. അതേടാ അമ്മ മാത്രമല്ല, നിന്റെ അച്ഛനും അമ്മ എല്ലാരും ചക്കയാ. നിന്റെ ചക്കയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയതാ. അവള് പോട്ടെ, നമുക്ക് സ്പൈഡർമാൻ കാണാം. വാ. ഓ, എന്നെ കൊണ്ട് മടുത്ത്. എക്സാം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. നിനക്കെന്താ സുഖമല്ലേ? എക്സാം കഴിഞ്ഞ് വീട്ടിലിരിക്കാലോ. ഞാൻ 10ലായതുകൊണ്ട് എനിക്ക് വെക്കേഷൻ പോലും ഇല്ല. അമ്മ ഉടനെ എന്നെ ട്യൂഷൻ ആക്കുമെന്ന് പറഞ്ഞേ. അത് കഴിയുമ്പോൾ ക്ലാസ്സും തുടങ്ങും. ഈ എക്സാം ഒക്കെ കണ്ടുപിടിച്ചത് ആരാ? എന്നെ കൊണ്ടൊന്നും വയ്യ പഠിക്കാൻ. ഓ കുണിക്കുമോളോ? കുണിക്കുമോക്കൊക്കെ എന്താ സുഖമല്ലേ? പരീക്ഷയില്ല, എഴുതണ്ട, വായിക്കണ്ട, ഒരു ടെൻഷനും ഇല്ല. ഞങ്ങളുടെയൊക്കെ കാര്യം ഓർക്കുമ്പോഴാ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, ടി വി കാണണം, കാർട്ടൂൺ കാണണം, കിടന്നുറങ്ങണം, പാല് കുടിക്കണം. ശരിയാ, കണ്ടിട്ട് കൊതിയാവുന്നു.
മനസ്സിലായെന്നോ എന്ത്? കുണുക്കന്റെ ചേച്ചിമാരല്ലേ? കുണുക്കന്റെ ചേച്ചിമാരോ? എന്തൊക്കെയാ പൊന്നെ പറയുന്നേ? വേണ്ട വേണ്ട, എനിക്ക് പൊന്നാന്ന് വിളിക്കണ്ട. അയ്യോ കുണിക്ക് ദേ സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്, എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. എന്താ കുണിക്ക്? ഞാൻ കുണുക്കല്ല, ചക്കയാ. ചക്കയോ? എന്താ കുണിക്ക് പറയുന്നേ? എന്നെ കളിയാക്കണ്ട, ഞാൻ പോവാ. എന്തൊക്കെയാടി കുണിക്ക് പറഞ്ഞേ? ചക്കയാന്നോ? ദൈവത്തിനറിയാം, വല്ല കാർട്ടൂൺ കണ്ട് വല്ല കഥയൊക്കെ കേട്ട് പറയുന്നതായിരിക്കും. എന്തായാലും പുള്ളി പോയത് അമ്മയുടെ അടുത്തേക്ക്, അപ്പൊ അറിയാലോ. കുടിക്കുമ്പോൾ പോവാ. കുണിക്കോ? ഇതേ പോകുന്ന അടുക്കളയിലേക്ക് എന്തു പറ്റി? ഉറങ്ങാൻ കിടന്നിട്ട് ഉറങ്ങുന്നില്ലേ? ഞാൻ ഉറങ്ങലില്ല, ഞാൻ പോവാ. അതല്ലേ ചോദിച്ചു, നീ എങ്ങോട്ട് പോകുവാ? നീ എന്താ ഉറക്കത്തിൽ വല്ല സ്വപ്നവും കണ്ടോ? നീതി ചേച്ചി നിത്യ ചേച്ചിയൊക്കെ എവിടെ? കുണുക്കനും കൂടി ഉറങ്ങാൻ കിടന്നതല്ലേ, അവൻ എവിടെ? അവരുടെ ആരുമില്ല. ഇത് എന്തൊക്കെയായി കുണിക്കുമോളി പറയുന്നത്? കുറെ നേരം ആയല്ലോ. ഞാൻ ചക്കയാ. ചക്കയാണോ? ഞാൻ പോവാ അമ്മേ. എങ്ങോട്ട് പോകുന്നു? ചക്കമരത്തിലോട്ട് പോവാ. അവിടെ എന്റെ അമ്മയും അച്ഛയും. ഇത് എന്തൊക്കെയാ കുണിക്ക് പറയണേ? അവിടെ നിന്ന് കുണിക്കി. എനിക്ക് ആരുമില്ല. ആ കുണിക്കുമോളെ, എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇറങ്ങി നിൽക്കുന്നേ? ചേച്ചിമാരൊക്കെ എവിടെ? അമ്മ എവിടെ? അവരെന്റെ ആരുമല്ല. ആഹാ, അപ്പൊ വഴക്കിട്ടല്ലേ? അച്ഛൻ പറഞ്ഞില്ലേ വെറുതെ വഴക്കിട്ടരുതെന്ന്? അച്ഛനല്ല ഇത്. എന്റെ അച്ഛൻ ചക്കയാ. ചക്കയെന്നോ? കുണിക്കി, എന്താ ഗീത, കൊച്ചിനെ വഴക്ക് പറഞ്ഞു? കൊച്ചു ഒറ്റയ്ക്ക് ഇറങ്ങി മുറ്റത്ത് നിൽക്കുന്നു, നീ കണ്ടില്ലേ? ഞാൻ അവളുടെ പുറകെ വന്നതല്ലേ. അടുക്കളയിൽ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇറങ്ങി പോയതാ. അതാ ഞാൻ പുറകെ ഓടി വന്നേ. എന്താ കുണിക്കുമോളെ പ്രശ്നം? പറ. എനിക്ക് ആരുമില്ല. കുണിക്ക് ആ വന്നല്ലോ, ഞാൻ നിങ്ങളെ നോക്കി ഇരിക്കുമായിരുന്നു. എന്താ കുണിക്കിനോട് നിങ്ങൾ വഴക്കിട്ടോ? അടുക്കളയിൽ വന്നത് ഇറങ്ങി പോകുക പറഞ്ഞ് മുറ്റത്ത് വന്ന് നിൽക്കുന്നു. അമ്മേ ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ പഠിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു ഇറങ്ങി പോകുവാന്ന്. അതല്ലേ ഞങ്ങൾ പുറകെ വന്നേ. ശരി ശരി, എല്ലാം പോട്ടെ. കുണിക്കുമോക്ക് എന്താ പറ്റിയെന്ന് ഈ അമ്മേനോട് പറ. അമ്മ ശരിയാക്കാം. ആരെ കുണിക്കിനെ വിഷമിപ്പിച്ച് ഇന്ന് അമ്മ അവരെല്ലാം ശരിയാക്കും. അമ്മേനോട് പറ. അത് ഈ അച്ഛമ്മല്ലേ, ഞാൻ ചക്കയാന്ന് പറഞ്ഞ് ഞാൻ ചക്കയുടെ ഉള്ളിൽ കിട്ടിയതാന്ന് പറഞ്ഞു. അപ്പൊ കുടുക്കനെ പറഞ്ഞു ചക്ക കുടുക്കിന്ന് പറഞ്ഞു. അതാ എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ചക്ക കുടിച്ചപ്പോ എന്നെ കിട്ടിയതാന്ന് പറഞ്ഞു. അപ്പൊ ഈ കുടുക്കനെ പറയും ചക്ക കുടുക്കിന്ന് പറഞ്ഞു. അതാ ചേച്ചി. ഓ അമ്മ, എനിക്ക് മനസ്സിലായി. പണ്ട് അച്ഛാമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മത്തങ്ങന്ന് കൊച്ചു വന്ന കഥയൊക്കെ. അമ്മേ, അച്ഛാമ്മ ഇവളോട് പറഞ്ഞിട്ടുണ്ടാകും ഇവളെ മാർക്കറ്റിൽ നിന്ന് ചക്ക മേടിച്ച് മുറിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണെന്ന്. അതാ ഇവളെ പറയുന്നത്. നമുക്ക് മനസ്സിലായില്ലേ? എന്റെ പൊന്നു കുണിക്ക്, അച്ഛാമ്മ കളിയാക്കിയതല്ലേ? അത് മനസ്സിലായില്ലേ കുഞ്ഞിന്? അല്ല അല്ല അല്ല, അച്ഛമ്മ പറഞ്ഞു ആ കൊച്ചിനെ ഇഷ്ടപ്പെട്ട കൊച്ചിനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. അച്ഛാമ്മ അങ്ങനെ പറഞ്ഞോ? എല്ലാരും പെണ്ണാന്നാണ് പറയും, കൊടുക്കണ മാത്രം ഇഷ്ടമാന്ന് പറഞ്ഞു. ദൈവമേ, ഈ പെൺകുച്ചിതെല്ലാം പറഞ്ഞു കൊടുക്കുവാണോ? ഇവിടുന്ന് പോയേക്കാം. ആ അമ്മ ഇവിടെ ഉണ്ടായോ? അമ്മ നിന്നേ. എല്ലാരും മുറ്റത്തിറങ്ങി നിൽക്കണപ്പോ എന്താണെന്നറിയാൻ വന്നതാടാ. എന്നല്ല നിങ്ങൾ വർത്താനം പറഞ്ഞോ, ഞാൻ പോവാ. അമ്മ എന്തൊക്കെയാ കുണിക്കുമോളോട് പറഞ്ഞേ? ഞാൻ എന്ത് പറഞ്ഞു? ചക്ക പറഞ്ഞു മറന്നുപോയോ? ഓ അതാണോ? അതിനിപ്പോ എന്താണോ? അമ്മയുടെ കഥ കേട്ട് കുണിക്കുമ്പോൾ വീട് വിട്ട് പോകാൻ നിൽക്കുക. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ കുട്ടികളോട് പറയണേ? ഞാൻ എന്ത് പറഞ്ഞു നടി? ഇപ്പൊ ചക്കയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ അത്ര വലിയ കുറ്റമായി പോയോ? എന്റെ പൊന്നെ, പണ്ട് കാലത്ത് തവിട് കൊടുത്ത് വാങ്ങിയതാ, മീന്തല കൊടുത്ത് മേടിച്ചതാന്നൊക്കെ എപ്പോഴും പറയും. പിച്ചക്കാരോട് മേടിച്ചതാന്നൊക്കെ. അതൊക്കെ ഇത്ര വലിയ പ്രശ്നമാണോ? പണ്ട് അങ്ങനെ പല മണ്ടത്തിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാകും. അത് ചിലപ്പോൾ കൊച്ചു പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതായിരിക്കും. അതുപോലെയാണോ അമ്മ പറയുന്നത്? കുണിക്കുമോള് വിശ്വസിച്ചില്ലേ? അവളിതേ വീട് വിട്ട് പോകാൻ നിൽക്കുക. വീട് വിട്ട് പോകാൻ നിൽക്കുവാണെങ്കിൽ ആ പേരമരത്തിൽ നിന്ന് ഒരു വടി എടുത്ത് തോട്ട അടിച്ച് പൊളിക്കാ വേണ്ടത് കുണിക്കിയുടെ. തല്ലില്ലല്ലോ. അതിനു മുമ്പേ കരയാൻ തുടങ്ങിയോ? വേണ്ട വേണ്ട, അച്ഛമ്മയോട് മിണ്ടണ്ട. കുണിക്ക് ഇങ്ങോട്ട് നോക്കിയാൽ കുണിക്കിനെ ചക്കയൊന്നും വാങ്ങിയൊന്നും കിട്ടിയതൊന്നും അല്ല കേട്ടോ. കുണിക്ക് ഞങ്ങളുടെ മോളാ. ഞാനോ? കുണിക്കും കുണുക്കനും നീതു നിത്യ എല്ലാം ഞങ്ങളുടെ മക്കളാ. ചക്കയൊന്നും വാങ്ങിയൊന്നും കിട്ടിയതൊന്നും അല്ല. അച്ഛാമ്മ അങ്ങനെ പറയണതേ മൈൻഡ് ചെയ്യണ്ട.